UDFിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിലെത്തും. 3 ദിവസം മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. ഞങ്ങളുടെ പ്രതിനിധികൾ ഹാഷ്മി താജ് ഇബ്രാഹിം, ആർ ശ്രീജിത്ത്, ഷഹദ് റഹ്മാൻ എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ്. ഹാഷ്മി, PV അൻവർ അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? ഇന്നലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമുണ്ട്. പിണറായിസം, സതീശനിസം, ഒപ്പം തന്നെ RSS, ഈ 3 ഫാക്ടേഴ്സിനെതിരെയുള്ള കടുത്ത പോരാട്ടമായിരിക്കുമല്ലോ. ഉറപ്പായും അനുജ, നമ്മൾ നിലമ്പൂരിൽ വന്നിറങ്ങി ഇവിടെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇവിടെ മാർക്കറ്റിലൊക്കെ ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ പൊതു ഫീൽ, ടൈറ്റ് ഫൈറ്റിന്റെ ഫീലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിലമ്പൂർ ഉറപ്പായും നിലമ്പൂർ അതിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധമുള്ള അതിശക്തമായ ചതുഷ്കോണ പോരാട്ടമെന്നോ പഞ്ചകോണ പോരാട്ടമെന്നോ ഒക്കെ പറയാവുന്ന രീതിയിൽ. അത് പറയാനുള്ള കാരണം SDP ഇവിടെ സ്ഥാനാർത്ഥിയുണ്ട്. അനുജ, അവർക്ക് നമ്മൾ ചോദിക്കുമ്പോൾ 16,000 വോട്ടുള്ള 6,000-ലധികം വോട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ അവർ കൂടി ഒരു കേഡർ രീതിയിൽ അവരവരുടെ വോട്ടുകൾ പിടിച്ചു മാറ്റുമ്പോൾ അപ്പോൾ അത്രയും വോട്ടുകൾ അങ്ങനെ മാറിപ്പോകുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പഞ്ചകോണ പോരാട്ടത്തിലേക്കൊക്കെ കൃത്യമായി നിലമ്പൂർ എത്തുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് ഏറ്റവും പ്രധാനം നേരത്തെ അനുജ പറഞ്ഞ അൻവർ ഫാക്ടർ തന്നെയാണ്. ഇതുവരെ മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കാൻ പോകുന്നുണ്ട്. അൻവറാണ്. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പില്ല. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് പറയുന്ന മറുപടി, എല്ലാം കഴിഞ്ഞ് അൻവറിന് മറുപടി പറയാം എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. പക്ഷേ ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഉണ്ടല്ലോ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല. പക്ഷെ നാമനിർദ്ദേശ പത്രികയുമായി അൻവർ ശക്തമായ മത്സരമുഖത്താണെങ്കിൽ അത് ഈ പറയുന്ന ഇവിടുത്തെ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന അത്രയധികം വോട്ടുകൾ പിടിക്കാൻ അൻവറിന് കെൽപ്പുണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ TMC പ്രവർത്തകരുടെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിന് കാരണം 9 വർഷമായി ഈ നാടിന്റെ MLA ആണ് PV അൻവർ. സ്വാഭാവികമായും അടിത്തട്ടിലൊക്കെ വലിയ സ്വാധീനങ്ങളുണ്ട്. അടിത്തട്ടിൽ കുറേയധികം കോൺടാക്റ്റുകളുണ്ട്. അതൊക്കെ വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് അൻവറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പ്രതീക്ഷ. അൻവറിന് മുന്നോട്ട് വെക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ്? ഇപ്പോൾ പ്രചരണത്തിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ ഒരു സാമ്പിൾ ഡോസ് തന്നെയാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞത്. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ പഴയ കാര്യങ്ങൾ പറയുക, ആര്യാടൻ മുസ്ലിം ലീഗ് തമ്മിലുള്ള വൈരം, തർക്കം പറയുക, M സ്വരാജിനെ പറ്റി പറയുക, രണ്ട് ഭാഗത്തുനിന്നും രണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പരമാവധി നെഗറ്റീവ് പറഞ്ഞ് രണ്ട് ഭാഗത്തുനിന്നും കിട്ടാവുന്ന വോട്ടുകൾ അടർത്തിയെടുക്കുക എന്നുള്ളതാണ് അൻവറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, PV അൻവറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏത് ഭാഗത്തുനിന്ന് വോട്ടുകൾ കൂടുതൽ അടർന്നു പോകുന്നു എന്നതിനനുസരിച്ചിരിക്കും നിലമ്പൂരിലെ ജയപരാജയം എന്ന് ഉറപ്പായും നിസ്സംശയം പറയാവുന്ന സാഹചര്യമുണ്ട്. PV അൻവർ നാമനിർദ്ദേശ പത്രിക ഇന്ന് 10 മണിയോട് സമർപ്പിക്കുന്നതാണ് ആദ്യം അറിയിച്ചിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ അല്പമൊന്ന് വൈകുമെന്ന് അറിയുന്നു. ചന്തക്കുന്നിലേക്ക് പരമാവധി ആൾക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് PV അൻവറിന്റെ ലക്ഷ്യമെന്ന് അറിയാൻ കഴിയുന്നു. അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ചന്തക്കുന്നിലാണ്. ചന്തക്കുന്നിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ PV അൻവർ TMC തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ഒതായിലെ വീട്ടിലാണ് PV അൻവർ ഉള്ളത്. അതിനു മുമ്പ് ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയുകയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി രാഷ്ട്രീയ വഞ്ചന, ഇപ്പോൾ ഇന്നലെ വാര്യംകുന്നിനെ ചതിച്ചു കൊന്നവരെയൊക്കെ ഉദാഹരിച്ചുകൊണ്ട് നിലമ്പൂർ നേരിടുന്നത് രാഷ്ട്രീയ വഞ്ചനയുടെ ഉപോൽപ്പന്നമാണ് ഇലക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വഞ്ചകൻ വിളിക്കുള്ള മറുപടി എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. അൻവർ എന്തായാലും പൂർണ്ണമായി പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമായി നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഡെറക് ഒബ്രിയാനും മൊഹാമിത്തിനെയും ഒക്കെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ഹൈ പ്രൊഫൈൽ നേതാക്കളെ പ്രതീക്ഷിക്കുന്നു. അൻവർ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക അവസാന ദിവസം വരെ പിൻവലിക്കുന്നില്ലെങ്കിൽ മത്സരരംഗത്തുണ്ടെങ്കിൽ എന്തായാലും നിലമ്പൂർ കടുക്കുകയാണ്. അനുജാരി, പക്ഷേ കേരളം അടുത്തിറക്കേണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പോരിന് നിലമ്പൂർ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ളൊരു രാഷ്ട്രീയ പോരാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്.